the most suitable deposit scheme for traders? Options are A. Fixed deposit, B. Recurring deposit, C. Current deposit and D. Savings deposit. ക്വസ്റ്റ്യൻ എന്താണ്? ട്രേഡേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീം ഏതാണ്? ഓപ്ഷൻ സി, കറണ്ട് ഡെപ്പോസിറ്റ്. വളരെ വ്യക്തമായിട്ട് എല്ലാ ഡെപ്പോസിറ്റുകളെയും കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെപ്പോസിറ്റുകൾ ആരൊക്കെയാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ബിസിനസ് മെന്നും ട്രേഡേഴ്സ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ദിസ് അക്കൗണ്ട് ഈസ് മെൻ ഫോർ ബിസിനസ് മെൻ ആൻഡ് ട്രേഡേഴ്സ്. നോൺ ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ മൈനേഴ്സിനോ അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ്സിനോ ഒന്നും ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് മെന്നിനും ട്രേഡേഴ്സിനും. ഈ കറണ്ട് ഡെപ്പോസിറ്റ് മറ്റു പേരുകളുണ്ട്. ഏതൊക്കെയാണത്? റണ്ണിങ് അക്കൗണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എക്സെട്ര. ഓക്കെ. പിന്നീട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഈ അക്കൗണ്ടിന് അവർ ബാങ്കുകാർ കൊടുക്കാറുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ആർ ഗിവൺ ഫോർ കറണ്ട് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. കറണ്ട് ഡെപ്പോസിറ്റ് ആർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ്. ആർക്കൊക്കെയാണ്? ബിസിനസ് മെന്നിനും ട്രേഡേഴ്സും. ഈ രണ്ടുപേരെ മാത്രം ഓർത്ത് വെക്കുക.